നമസ്തേ. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ജീവിതത്തിലുള്ള തേർഡ് സിറ്റുവേഷൻ അവരെ വിട്ടു പോകുമോ? പ്ലീസ് ഗൈഡ് മീ വ്യൂവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ജീവിതത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരെ വിട്ട് പോകുമോ എന്നതിനായി 2 കാർഡ് എടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത് കാർഡ് നമ്പർ 1, ഇത് കാർഡ് നമ്പർ 2. നിങ്ങൾ കാർഡ് മനസ്സിൽ ഓർത്തിട്ട് ആലോചിച്ചിട്ട് ഒരു കാർഡ് നമ്പർ സെലക്ട് ചെയ്യുക. 1, 2. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറിപ്പോകുമോ എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് ആൻസർ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടിയും ശ്രദ്ധിക്കണം. എന്നാലും നിങ്ങളെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ താൽക്കാലികമായിട്ട് വിട്ടുപോകില്ല എന്നാണ്. അത് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ വാക്കുകൾ എല്ലാം ശ്രദ്ധിച്ച് പറയുകയാണെങ്കിൽ ആ തേർഡ് സിറ്റുവേഷൻ നിങ്ങളിൽ നിന്ന് മാറിപ്പോകും എന്നാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ ഇന്നത്തെ നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറിപ്പോകും എന്ന ചോദ്യത്തിന് ആൻസർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറിപ്പോകാം എന്നാണ് കാണിക്കുന്നത്. 2 കാർഡിലും കാണിക്കുന്നത് ഏകദേശം ഒരേപോലെ തന്നെ. അപ്പോൾ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് കുറച്ചും കൂടി സമയമെടുക്കും മാറിപ്പോകാൻ എന്നാണ് ഇത് കാണിക്കുന്നത്. ഇത് മാറും എന്നാണ് കാണിക്കുന്നത്. മേ ബി എന്ന് പറഞ്ഞാൽ മാറിപ്പോകാം എന്നാണ് കാണിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൾ.